മോർച്ചറിയിലെത്തിയ എക്സ് മിലിറ്ററി ഓഫീസറുടെ മൃതദേഹം. ആ മൃതദേഹവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവിടുത്തെ തന്നെ ഒരു ലേഡി ഡോക്ടർ ഗർഭിണിയായി എന്ന വാർത്ത പുറം ലോകം അറിഞ്ഞു. ഈ ഒരു വാർത്ത സയൻറ്റിഫിക്കലി നടക്കുന്നതൊന്നാണോ? ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതൊക്കെ അന്ന് വലിയ ചർച്ചാ വിഷയമായി. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും തോന്നാം എന്ത് വിവരമില്ലായ്മയാണ് ഈ പറയുന്നതെന്ന്. ഞാൻ ഈ ഒരു സ്റ്റോറി പറയുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ തരാം. ഈ ഒരു വീഡിയോ മുഴുവനായി കേൾക്കാതെ ഓരോന്നും തെറ്റായി ചിന്തിച്ചെടുക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. 2018 ഒക്ടോബറിൽ USA കാൻസാസ് സിറ്റി പോലീസ് സ്റ്റേഷനിലെ ഒരു ഫോൺ കോൾ വരികയാണ്. ജാക്സൺ കൗണ്ടി മെഡിക്കൽ എക്സാമിനർ സർവീസസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പത്തോളജിസ്റ്റ് അവിടെ വരുന്ന ഡസൻ കണക്കിന് മൃതദേഹങ്ങളുമായി സെക്സിൽ ഏർപ്പെടുന്നു എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത്. ഇത് കേട്ടതും പോലീസ് ആദ്യം അമ്പരന്നു. പിന്നീട് അതത്ര സീരിയസ് ആയ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കണക്കിലെടുക്കുന്നില്ല. പക്ഷേ വിളിച്ചയാൾക്ക് മനസ്സിലായി പോലീസ് ഇതത്ര മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അയാൾ തുടരെ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ അയാൾ ഒരു കാര്യവും കൂടെ പോലീസിനെ ഓർമ്മിപ്പിച്ചു. ഈ ചെയ്തിരിക്കുന്ന വ്യക്തി ഒരു നെക്രോഫൈൽ ആണോ എന്നും സംശയമുണ്ടെന്ന്. ഇതും കൂടെ കേട്ടപ്പോൾ എന്തായാലും അവിടം വരെ പോയി ഒന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് കേട്ടയുടനെ അവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം അതിന് തെളിവുകളില്ല. ആ സ്ഥാപനത്തിൽ പോയി പോലീസ് ആദ്യം ഈ പറയുന്ന പത്തോളജിസ്റ്റ് ആരാണെന്ന് നോക്കി. അവരുടെ പേരാണ് ജെന്നിഫർ. 26 വയസ്സുള്ള അസിസ്റ്റന്റ് പത്തോളജിസ്റ്റാണവർ. അവർ പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അന്വേഷണത്തിൽ അവരൊരു നെക്രോഫൈൽ ആണെന്ന് പോലീസിനും സംശയം തോന്നുകയാണ്. ഈ നെക്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെഡ് ബോഡീസും ഒക്കെ ആയിട്ട് സെക്ഷലി ഏർപ്പെടുന്നവരെയാണ് ഈ നെക്രോഫൈലുകൾ എന്ന് വിളിക്കുന്നത്. ഈ ജെന്നിഫറിനെ എന്തായാലും ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയാണ്. അതിനുശേഷം തെളിവുകളൊക്കെ ശേഖരിച്ച് പോലീസ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. കാരണം തെളിവുകളില്ലാതെ കോടതിയിൽ ഈ കേസ് നിലനിൽക്കില്ല. കസ്റ്റഡിയിലെടുത്ത ജെന്നിഫറിനെ എത്ര ചോദ്യം ചെയ്തിട്ടും ഒരു ഉത്തരവും അവർ കൊടുക്കുന്നില്ല. ഇവരുടെ ഫാമിലി ഹിസ്റ്ററി എടുത്തപ്പോഴാണ് ഒരു കാര്യം പോലീസിന് കിട്ടുന്നത്. ഈ സ്ത്രീക്ക് 2018 ജനുവരി 8 ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഭർത്താവില്ല, ഒരു ബോയ് ഫ്രണ്ട് ഇല്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി ഉണ്ടായിട്ടുള്ളത്? എന്തായാലും പോലീസ് ഈ കുട്ടിയുടെ പറ്റേണിറ്റി ടെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഈ പറ്റേണിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ടെസ്റ്റാണ്. പക്ഷേ ജെന്നിഫർ ഈ ടെസ്റ്റിന് സമ്മതിക്കുന്നില്ല. പോലീസിനാണെങ്കിൽ ഈ കേസ് തെളിയിക്കാൻ ഈ ഒരു ടെസ്റ്റ് അത്യാവശ്യമായിരുന്നു. ഒടുവിൽ പോലീസ് കോടതിയെ സമീപിച്ചു. ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയ കോടതി ഈ പറ്റേണിറ്റി ടെസ്റ്റിന് പെർമിഷൻ നൽകുകയാണ് ചെയ്തത്. ശക്തമായി ഇതിനെ എതിർത്ത ജെന്നിഫറിനെ കോടതി ഇടപെട്ടത് കാരണം പിന്നീട് സമ്മതമാണെന്ന് പേപ്പറിൽ സൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പറ്റേണിറ്റി ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ കുട്ടിയുടെ DNA അമ്മയായ ജെന്നിഫറുമായി മാച്ച് ആവുകയാണ്. എന്നാൽ പിതാവിൻ്റെ DNA ഈ മരണപ്പെട്ട എക്സ് മിലിറ്ററി ഓഫീസറിൻ്റെ ആയിരുന്നു. എല്ലാവരും ഇതിൽ അമ്പരന്ന് പോയി. കാരണം ആ ഓഫീസറിനെ ജെന്നിഫർ കാണുന്നത് പോലും അയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നപ്പോഴായിരുന്നു. അതിനു മുമ്പ് അവർക്ക് അയാളെ അറിയത്തുപോലുമില്ല. 2017 മാർച്ചിൽ ഈ പറയുന്ന ഓഫീസറിൻ്റെ കാർ ഒരു ആക്സിഡൻറ്റിൽ പെടുകയും അയാൾ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. അന്ന് അയാളുടെ ബോഡി ഓട്ടോപ്സിക്ക് കൊണ്ടുവന്നത് ജെന്നിഫറിൻ്റെ സ്ഥാപനത്തിലായിരുന്നു. ആ ഒരു സമയത്ത് ഈ സ്ത്രീ ആ ബോഡിയുമായി സെക്ഷലി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇയാൾക്ക് ജീവനുണ്ടായിരുന്ന കാലത്ത് അയാളുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും ഇവർക്കില്ല എന്ന് പോലീസ് തെളിയിച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ് മരണശേഷം അയാളുടെ കുട്ടിയെ ജെന്നിഫർ പ്രസവിച്ചത്? ഒരുപാട് കുഴപ്പിക്കുന്ന ചോദ്യമായിരുന്നു എല്ലാവർക്കും. ഇത് ജെന്നിഫർ തന്നെ പറഞ്ഞേ മതിയാകൂ എന്ന് പോലീസിനറിയാം. സയൻറ്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്യാനുള്ള ഒന്നും തന്നെ പോലീസിന് കിട്ടിയതുമില്ല.
ഒടുവിൽ പോലീസ് ജെന്നിഫറിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവരുടെ വായിൽ നിന്നും കിട്ടിയാൽ മാത്രമേ ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഒടുവിൽ നിവൃത്തിയില്ലാതെ ആ സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പോലീസിനോട് പറയുകയാണ്. ഈ ജെന്നിഫർ 2 വർഷത്തിനിടയിൽ ഏകദേശം 60 ഡെഡ് ബോഡിയെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. മെഡിക്കലി പറയുന്നതെന്തെന്നാൽ സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്പേം 36 മണിക്കൂർ ആക്റ്റീവ് ആയിരിക്കും. അതിനുശേഷം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിച്ച് പലരും പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയും അല്ല. ഇവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷം ആ പ്രഗ്നൻസി കളയാൻ തയ്യാറായതുമില്ല. ആ കുട്ടിയെ പ്രസവിച്ച് നന്നായി വളർത്തുകയും ചെയ്തു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെയാണ് പോലീസ് ഈ ജെന്നിഫറിനെ അറസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 60ലധികം ഡെഡ് ബോഡിയുമായി ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൽ 17 മുതൽ 70 വയസ്സുവരെ പ്രായമുള്ള ഡെഡ് ബോഡികൾ ഉണ്ട്. ജെന്നിഫറിൻ്റെ വീട് പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുകയാണ്. ആ വീട് പരിശോധിച്ച പോലീസിന് അലമാരയിൽ നിന്നും പല ടൈപ്പ് ഡ്രഗ്സുകൾ കിട്ടിയിരുന്നു. പിന്നീട് ഇവരുടെ പേരിൽ പല വിധത്തിലുള്ള 150 കേസുകൾ പോലീസ് ചാർജ് ചെയ്തു. എന്നാൽ ജെന്നിഫറിനെ ഡെഡ് ബോഡികളുമായി ഇങ്ങനെ ചെയ്യുന്നതിന് കോടതിക്ക് ശിക്ഷിക്കാൻ വകുപ്പില്ലായിരുന്നു. കാരണം ഇന്ന് വരെ മൃതശരീരങ്ങളുമായി ബന്ധപ്പെടുന്നത് തെറ്റാണ് എന്ന ഒരു നിയമമോ ഇനി അത് ചെയ്താൽ തന്നെ അവർക്ക് ഇന്ന ശിക്ഷ വിധിക്കാമെന്ന ഒരു നടപടിയോ നിലവിൽ വന്നിട്ടില്ല. വേറെയും ഒരു കാര്യം ഇതിലുള്ളത്, ഇങ്ങനെ ഡെഡ് ബോഡിയെ യൂസ് ചെയ്യുന്നവർ കടുത്ത നെക്രോഫൈലുകളാണ് എന്നതാണ്. ജെന്നിഫറിനെ പരിശോധിച്ച് എന്താണ് അവരുടെ പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ കോടതി ഉത്തരവിട്ടു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ഡോക്ടേഴ്സിന് മനസ്സിലായി. ജെന്നിഫറിന് സൈക്കോസിസ് എന്ന മാനസിക രോഗം ഉണ്ടെന്ന്. അവർക്ക് സത്യമായ കാര്യങ്ങളും സാങ്കല്പികമായ കാര്യങ്ങളും തിരിച്ചറിയാനുള്ള കഴിവില്ല. അതായത് റിയാലിറ്റി ഏതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ജെന്നിഫറിനില്ല. ജെന്നിഫർ എപ്പോഴും ഇമാജിനേഷനിലാണ് ജീവിക്കുന്നത്. വീണ്ടും പല പരിശോധനകളും നടത്തി നോക്കി. അതിൽ നിന്നും ഒരു കാര്യവും കൂടി പുറത്തു വന്നു, ഇവർ കടുത്ത ഒരു നെക്രോഫൈൽ ആണ് എന്നുള്ളത്. ചെറുപ്പത്തിൽ ജെന്നിഫർ സെക്ഷലി കാര്യങ്ങളിലൊന്നും അത്ര താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ അവരുടെ മുന്നിൽ ഡെയിലി ന്യൂഡായിട്ടുള്ള പല ബോഡീസും കണ്ട് അവർ ഇങ്ങനെ ഒരു നെക്രോഫൈൽ ആയിത്തീരുകയായിരുന്നു. ജെന്നിഫർ ഒരു മാനസിക രോഗി ആയതുകൊണ്ട് തന്നെ അവരെ കോടതി ശിക്ഷിക്കാതെ വിട്ടു. പകരം ആ സ്ത്രീയെ ഗവൺമെൻറ് ട്രീറ്റ്മെൻറ്റിന് വിടുകയാണ് ചെയ്തത്. ജെന്നിഫറിൻ്റെ കുട്ടിയെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് അന്ന് വേൾഡ് ന്യൂസ് ഡെയിലി റിപ്പോർട്ട് എന്ന വെബ്സൈറ്റിൽ USA വന്നത്. ഇത് പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലാകാൻ തുടങ്ങി. ഇതുപോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ അമേരിക്കയിൽ ധാരാളം ഉണ്ട്. ഇതിലിപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ടാഗ് ലൈൻ തന്നെ വേർ ഫാക്ട്സ് ഡോണ്ട് മാറ്റർ എന്നാണ്. ഇതുപോലെയുള്ള ഒരു വെബ്സൈറ്റിൽ അന്ന് മറ്റൊരു ന്യൂസാണ് ആദ്യം വന്നിരുന്നത്. 38കാരി മോർച്ചറിയിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭിണിയായി എന്ന്. അതിനെ തുടർന്നിട്ട് അതൊന്ന് ഡെവലപ്പ് ചെയ്താണ് ഈ ഒരു ആർട്ടിക്കിൾ ഇവർ ഇറക്കിയത്. അന്ന് ആ വാർത്ത വന്നത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇത് അങ്ങ് വൈറലാവുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇതൊരു ഫേക്ക് ന്യൂസായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, പിന്നെ എന്തിനാണ് ഈ ഒരു ഫേക്ക് ന്യൂസ് ഇവിടെ വന്ന് പറയുന്നതെന്ന്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സത്യാവസ്ഥ എന്ത് എന്ന് മുഴുവനും മനസ്സിലാക്കാതെ നമ്മളും ഷെയർ ചെയ്യും. സത്യമായ കാര്യങ്ങൾ എന്നാൽ നമ്മളത് മനസ്സിലാക്കാതെ ആയിരിക്കും വിമർശിക്കുന്നത്. സത്യമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് എല്ലായിടും അങ്ങ് ഷെയർ ചെയ്യുകയും ചെയ്യും. ഏതെങ്കിലും ഒരു വീഡിയോ വന്നാൽ അത് മുഴുവനും കേൾക്കാനുള്ള ഒരു ക്ഷമ നമുക്കില്ല. അതിൻ്റെ ആദ്യവും അവസാനവും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കേൾക്കാതെ നമ്മൾ തന്നെ ഇതിനെ അങ്ങോട്ട് ഷെയർ ചെയ്യുകയും വിമർശിക്കുകയൊക്കെ ചെയ്യും. ഇതുപോലുള്ളൊരു കേസ് പണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്, കളമശ്ശേരിയിലത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു വ്യക്തതയില്ലാത്ത ഒരു റിപ്പോർട്ടാണ് അന്ന് അതിനെപ്പറ്റിയും ചാനലുകളിലൊക്കെ വന്നത്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളി ആരാണ് എന്ന് തെളിയുന്നതിന് മുന്നേ കുറച്ച് പേര് അത് ടാർഗറ്റ് ചെയ്തിരുന്നു, ചിലരെയൊക്കെ. ഇതിൽ വച്ചിരിക്കുന്ന ഫോട്ടോയിലെ പെൺകുട്ടി ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നാം.
അത് മറ്റൊരു ക്രിമിനൽ കേസിൽ USA പിടിയിലായ ഒരു സ്ത്രീയുടേതായിരുന്നു. ഈ ഒരു കഥയെപ്പറ്റിയുള്ള കഥ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.